CN2/2024 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കിതാ ഒരവസരം കൂടി ലഭിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ CN2/2024 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും അപ്ലൈ ചെയ്യാനും അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുമുള്ള ഒരു കൃത്യമായിട്ടുള്ള അവസരം കൂടി റെയിൽവേ ഒരുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CN2/2024 വന്ന സമയത്ത് RRBയുടെ ആ സമയത്ത് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്കും അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം, അതായത് 9100 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഒരു എൻഹാൻസ്മെൻറ്റ് സംഭവിച്ചു. 14000 പോസ്റ്റിലേക്ക് അത് മാറി. ഒരുപാട് പുതിയ പോസ്റ്റുകൾ ആഡ് ചെയ്യപ്പെട്ടു. ആദ്യം കാറ്റഗറി നമ്പർ 1 മുതൽ 18 വരെയായിരുന്നു ഉണ്ടായിരുന്നത്, കാറ്റഗറി 1 to 18. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷനായിട്ട് വേക്കൻസി എൻഹാൻസ്മെൻറ്റ് സംഭവിച്ചുകൊണ്ട് കാറ്റഗറി 19 മുതൽ 14 വരെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 40 കാറ്റഗറീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്കാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ കാര്യത്തിൽ റെയിൽവേ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ബിടെക് പുതുതായിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് ഗ്രേഡ് 1 സിഗ്നൽ S&T അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് എന്താണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ എൻട്രിയിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ടെക്നീഷ്യൻ്റെ ലിങ്ക് റീഓപ്പൺ ആവുന്ന റെയിൽവേ എത്രയോ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇതിനോടകം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 മുതലാണ്. ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 16 വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റുകളിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനും അപ്ലൈ ചെയ്ത ആളുകൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോ ഈ നോട്ടീസിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അറ്റൻഷൻ ടു കാൻഡിഡേറ്റ് ഫോർ CN2/2024 ടെക്നീഷ്യൻ ഗ്രേഡ് 3, അതിൽ നോർമൽ വിൻഡോ പീരീഡ് ഓഫ് 15 ഡേയ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 2/10/2024 ടു 16/10/2024 അപ്ലൈ ചെയ്യേണ്ടത് www.rrbapply.gov.in ആണ്. നിങ്ങൾക്ക് ഏത് സോണിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിലേക്ക് പോകാവുന്നതാണ്. ഇനി ഇതിൽ കൃത്യമായിട്ട് രണ്ട് സെക്ഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, എക്സിസ്റ്റിംഗ് പെയ്ഡ് കാൻഡിഡേറ്റ് ഫോർ ടെക്നീഷ്യൻ ഗ്രേഡ് 3, അതായത് ഓൾറെഡി കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാറ്റഗറി 1 to 18 അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാറ്റഗറി 2 to 18 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതായത് കാറ്റഗറി 2 to 18 അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടാവും. ആൻഡ് പെയ്ഡ് റിക്വസ്റ്റ് ഫീസ് ഓഫ് സക്സസ്ഫുള്ളി ആർ ട്രീറ്റഡ് ആസ് എക്സിസ്റ്റിംഗ് പെയ്ഡ് അപ്ലിക്കൻസ്, അതായത് ഓൾറെഡി നിങ്ങൾ അതിൻ്റെ ഫീസൊക്കെ പേ ചെയ്തിട്ടുള്ള ആ കാറ്റഗറി 2 മുതൽ 18 വരെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ, അവർക്ക് മാത്രമാണ് 2/10/2024 മുതൽ 16/10/2024 വരെ വിത്തൗട്ട് എനി ഫീമെൻറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാവുന്നത്. അതിൽ ഈ ഒരു ഫെസിലിറ്റി അവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഒന്ന്, നോക്കിയോളൂ, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോട്ടോ റീ അപ്ലോഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ സിഗ്നേച്ചർ, ചേഞ്ച് ഓഫ് RRB, പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ഓൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാറ്റഗറി 2 to 14 ആട്ടോ. അതായത് പുതിയ കാറ്റഗറിയിൽ മാത്രമല്ല പഴയ കാറ്റഗറിയിലും അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം റെയിൽവേ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ വീണ്ടും RRBയുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ആയിക്കൊണ്ട് നിങ്ങളുടെ റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സോ എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടെങ്കിൽ പുതിയൊരു അപ്ലിക്കേഷൻ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ആവും, അത് പിന്നീട് നിങ്ങൾക്ക് ജോബ് ലഭിക്കാതെ ഇരിക്കുന്നതിൽ വരെ കാരണമായി തീർന്നേക്കാം. സോ എക്സിസ്റ്റിംഗ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഫീ പേയ്മെൻറ്റും ഇല്ലാതെ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, RRBയുടെ ഈ ഒരു മോഡിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ന്യൂ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ന്യൂ കാൻഡിഡേറ്റ്സ്, ദ ഫോളോയിങ് ആർ കൺസിഡേഴ്സ് ആസ് ന്യൂ കാൻഡിഡേറ്റ് ഫോർ category number 2 to 14, candidate who have submitted application and not paid the application fee, അത് ന്യൂ കാൻഡിഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്തു നോക്കി, പക്ഷേ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങളെ പുതിയ കാൻഡിഡേറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ഫോർ കാറ്റഗറി നമ്പർ 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ CN2/2024 ഗ്രേഡ് 3 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെയും പുതിയ കാൻഡിഡേറ്റ്സ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്ലൈഡ്
applied for CN other than CN2 issued in the year 2024, മറ്റേതെങ്കിലും എന്താ പറയുക RRBയുടെ ALPയോ ജൂനിയർ എഞ്ചിനീയർ ഒക്കെ കൺസിഡർ ചെയ്ത ആളുകൾ, കാൻഡിഡേറ്റ് ഹു ഹാവ് നോട്ട് സബ്മിറ്റഡ് ഓർ എനി ഓഫ് ദി CN, ഇതുവരെ ഒരു RRBയുടെ എക്സാംസിനും അപ്ലൈ ചെയ്യാത്ത ആളുകളെയും പുതുതായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ കാറ്റഗറി നമ്പർ 2 to 14. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് കാറ്റഗറി 2 to 14 ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് കാറ്റഗറി 1 എന്താണെന്നുള്ളത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. അതിൽ BTech ക്വാളിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇല്ല എന്നാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള നോട്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കാറ്റഗറി 2 മുതൽ 40 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും BTechക്കാർ കുറച്ച് ഡെസ്പറേറ്റ് ആയിരിക്കും അല്ലേ. അതായത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനും, അതായത് പ്രത്യേകിച്ച് BTech ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അന്ന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കൂടി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെടുത്ത് പറയാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേഡ് 3 പോസ്റ്റ് ഉണ്ട്. BTechക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേഡ് 3 പോസ്റ്റ് ഉണ്ട്. കാരണം +2 നിങ്ങൾ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു നോട്ടീസിൽ പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും 250 എന്ന് പറയുന്ന ആ ഒരു മോഡിഫിക്കേഷൻ ഫീ എന്തായാലും റെമിറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഡേറ്റ ആക്സസ് ലിമിറ്റഡ് ടു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സോൺ ആൻഡ് പോസ്റ്റ് ചേഞ്ച് പ്രിഫറൻസ് ആൻഡ് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡിംഗ്. ന്യൂ ആപ്ലിക്കേഷൻ ക്യാൻ അവൈൽ മോഡിഫിക്കേഷൻ വിൻഡോ പീരീഡ് ആസ് പെർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാ ടേംസും അതേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി റെയിൽവേയിൽ ഒരുപാട് സംശയങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും വരാറുണ്ട്. സോ അതിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സേവനം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇതാണ് റെയിൽവേയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സേവനം. ഇത് 10 മണി മുതൽ 5 മണി വരെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് റെയിൽവേ എന്ത് ചെയ്തിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. സോ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ നോട്ടീസ് പ്രകാരമാണെങ്കിൽ ഇതിനോടകം എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്ടോബർ 2 രാത്രി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒക്ടോബർ 2 പകൽ ഏർലി മോർണിംഗ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേയുടെ RRBയുടെ ടെക്നീഷ്യൻ്റെ മോഡിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ RRBയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു നോട്ടീസാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു നോട്ടീസ് കൂടി ഇവിടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വേക്കൻസിയിൽ വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് 9144 പോസ്റ്റ് ഉള്ളത് പുതിയ 22 കാറ്റഗറി കൂടി അടക്കം 14,298 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കാറ്റഗറി 19 മുതൽ 40 വരെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിലെ എക്സാംസിൻ്റെ പാറ്റേണോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യാതെ പോകരുത്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇതിൽ വേക്കൻസിയിൽ എത്രത്തോളം എൻഹാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടീസിൽ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ലൈൻ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ കൃത്യമായിട്ട് പുതിയ വേക്കൻസി അപ്ഡേറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക സ്ട്രീംസ് ഉണ്ട് അല്ലേ, പല കാറ്റഗറി ഓഫ് ടെക്നീഷ്യൻ കാറ്റഗറി വരുന്നുണ്ട്. സോ അതിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ലഭിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സോ റീജിയൻ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടെക്നീഷ്യൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പല സ്ട്രീംസിലുള്ള ആളുകളുണ്ട്. സോ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാറ്റഗറിയിൽ നിങ്ങൾ ഏത് സെക്ഷനിലാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ഓരോ റീജിയനിലും എത്രത്തോളം വേക്കൻസി വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ ഓപ്പൺ ലൈൻ വേക്കൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് വന്ന വേക്കൻസിയാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ ആയിരിക്കണം, മോഡിഫിക്കേഷൻ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ് പോസ്റ്റ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ നോക്കിക്കോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കാറ്റഗറി നമ്പർ 15 ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Mathematics or SSLC plus ITA certificate from recognized institute of NCVT or SCVT in the trades of electronic mechanic, അതേപോലെ electrician, wireman or matriculation SSLC plus course complete act apprenticeship in the trade mentioned above. CCA certificate, course complete apprenticeship certificate ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഒരു കാര്യം കൂടി ഓറിട്ടിട്ട് പറഞ്ഞിരിക്കുന്നു,
10+2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അതായത് ബിടെക് കഴിഞ്ഞ മുഴുവൻ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും 10+2 അതായത് +2 ഫിസിക്സ് തന്നെ ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മറ്റു പോസ്റ്റുകളിലേക്കും എല്ലാം എന്താണ് ITI ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ SNTയിൽ ബിടെക് ആയിരുന്നു ക്വാളിഫിക്കേഷൻ ഉള്ളത്. ബട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എബോവ് സ്ട്രീംസ് ഓർ 3 ഇയർ എഞ്ചിനീയറിംഗ് ഇൻ എബോവ് സ്ട്രീംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. കാരണം അതിൽ വേക്കൻസിയും മറ്റു കാര്യങ്ങളിലൊന്നും അപ്ഡേറ്റ് വരാത്തത് കൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടാതെ പോയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ SNT കാറ്റഗറി നമ്പർ 15 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആ കാര്യം പ്രത്യേകം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതേപോലെ തന്നെ NTPC എക്സാം, RRBയുടെ ALP എക്സാം, അങ്ങനെ പല എക്സാംസുകളുടെയും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന RRBയുടെ എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിലെ എക്സാംസുകളെല്ലാം സിമിലർ പാറ്റേണിൽ വരുന്ന എക്സാംസുകളാണ്. നിങ്ങൾ ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അപ്ലൈ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അപ്ലൈ ചെയ്യാത്ത പോയ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ITI കഴിഞ്ഞ മുഴുവൻ ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളിലേക്ക്, +2 സയൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊക്കെ അപ്ലൈ ചെയ്യട്ടെ, എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ട് അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തട്ടെ. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമുക്ക് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾക്ക് ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസുകളാണ് നമ്മൾ എപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എൻട്രിയുടെ ഫാക്കൽറ്റി ടീമിനോടൊപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.